ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 11:4. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. എന്താണ് ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിപ്പാൻ കാരണമായത്? കയീൻ്റെ യാഗത്തിൽ എന്തുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല? രണ്ടുപേരും യാഗം കൊണ്ടുവന്നു. അപ്പോൾ അവിടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവുന്നത് എബ്രായ ലേഖനത്തിൽ അത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്താലാണ് ഹാബേൽ ദൈവത്തിന് യാഗം കഴിച്ചത്. എന്നാൽ കയീൻ്റെ കാര്യം പറയുന്നത് എന്താണ്? കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ. ഇവിടെ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 4 ഇതിൽ വായിക്കുന്നത്, കുറേ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും കൊണ്ടുവന്നു. ഹാബേൽ കൊണ്ടുവന്നത് കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ, അതായത് തനിക്ക് കൊടുക്കാവുന്നതിൽ തനിക്കുള്ളതിലേറ്റവും നല്ലതിനെയാണ് ഹാബേൽ കൊണ്ടുവന്നത്. ഇനി ഹാബേൽ കൊണ്ടുവന്നപ്പോൾ ഹാബേലിൻ്റെ മനസ്സിൽ പൂർണ്ണമായ വിശ്വാസവും ദൈവത്തോടുള്ള സ്നേഹവും ആ സമർപ്പണവുമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ദൈവം പ്രസാദിക്കാൻ കാരണമായത്. അതുകൊണ്ടാണല്ലോ കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ കയീനോട്, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതായത് നിൻ്റെ ഉള്ളിൽ പാപമാണ് കിടക്കുന്നത്. അതായത് നിനക്ക് എന്നോടുള്ള സ്നേഹത്താലല്ല നീ ഇത് കൊണ്ടുവന്നത്. നീ കൊണ്ടുവന്നു, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ നിൻ്റെ ഹൃദയം എന്നിൽ പൂർണ്ണ സമർപ്പണമോ എന്നോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞതോ ഒന്നുമല്ലായിരുന്നു. നിനക്ക് കൊണ്ടുവരണമെന്ന് ഒരു നിർബന്ധം നിനക്ക് തോന്നി, നീ കൊണ്ടുവന്നു, അത്രയുമേ ഉള്ളൂ. അല്ലാതെ നിൻ്റെ ആ സ്നേഹത്താലല്ല നീ എനിക്ക് യാഗം കൊണ്ടുവന്നത്. അപ്പം നമ്മളെന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? അതായത് നാം ദൈവത്തിൻ്റെ വേലയ്ക്കോ അപ്പം ദൈവമക്കൾക്കോ എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുവെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കട്ടെ. അതായത് ദൈവത്തോടുള്ള സ്നേഹത്താലാണ്. അല്ലാതെ ഞാൻ ഇത്രയും കൊടുത്തു, ഇത്രയും മറ്റുള്ളവരെക്കാൾ കൂടുതൽ കൊടുത്തു എന്ന് കേൾപ്പിക്കാനല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും നല്ല അഭിപ്രായം കേൾക്കാനല്ല നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പരാതിപ്പെട്ടോ അല്ലെങ്കിൽ വേദനപ്പെട്ടോ ഒന്നുമല്ല നിങ്ങൾ കൊണ്ടുവരേണ്ടത്, പൂർണ്ണ ഹൃദയത്തോടെയാണ് നിങ്ങൾ ദാനം ചെയ്യുന്നത്. ദാനം ചെയ്യുന്നെങ്കിൽ പൂർണ്ണ മനസ്സോടെ ആയിരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ദൈവവേലയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ പേര് മുകളിൽ വരാനോ അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രസിദ്ധി ലഭിക്കാനോ ഒരിക്കലും ആയിരിക്കരുത്. കാരണം നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാണ്. അപ്പോൾ ഹാബേലിൻ്റേത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ് കൊണ്ടുവന്നത്. എന്ത് കൊണ്ടുവന്നു എന്നുള്ളതിനേക്കാൾ അധികമായിട്ട് എന്ത് മനസ്സോടെ, അപ്പോൾ എത്ര സന്മനസ്സോടെയാണ് താൻ കൊണ്ടുവന്നതെന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറയും ഹാബേൽ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആടിനെ യാഗം കഴിച്ചത് കർത്താവിൻ്റെ കാൽവറി യാഗത്തെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അതും നമുക്ക് അല്പം ചിന്തിക്കാനുള്ള വിഷയമാണത്. കാരണം അന്ന് അതിന് നിയമമൊന്നുമില്ലായിരുന്നു, ഇന്ന സാധനം കൊണ്ടുവരണമെന്നോ ന്യായപ്രമാണമൊന്നും അന്നില്ലായിരുന്നു. അപ്പോൾ എന്താണ് അന്നുണ്ടായിരുന്നത്? ദൈവത്തിലുള്ള സമർപ്പണം, വിശ്വാസം, സ്നേഹം. അപ്പം കയീൻ്റെ മാതാപിതാക്കളും എന്താണ് ചെയ്തത്? ദൈവം പറഞ്ഞതിനേക്കാൾ കൂടുതൽ വേറൊരാൾ പറഞ്ഞപ്പം അതിൽ ഒരു ചായ്വുണ്ടായി. അപ്പോൾ ഹവ്വ തന്നെ ചിന്തിക്കുന്നത് എന്താണ്? എനിക്ക്, അതായത് എന്തൊക്കെയാണ് കണ്ണിൻ്റെ മോഹം, ജീവനത്തിൻ്റെ പ്രതാപം, അതായത് അവിടെ ജീവനത്തിൻ്റെ പ്രതാപം ദൈവത്തെ പോലെ ആകാനൊക്കുമോ
എന്നുള്ള ഒരു ചിന്തയിലാണ്. അല്ലാതെ ദൈവത്തോടുള്ള സമർപ്പണമോ ദൈവത്തോടുള്ള സ്നേഹമോ അല്ല അവിടെ മുന്തി നിന്നത്. എന്താണ്, ഞാൻ എങ്ങനെ ആ ജീവൻ അതെൻ്റെ ജീവിതത്തിൽ പ്രതാപം കിട്ടും, ഞാൻ എങ്ങനെ ദൈവത്തെ പോലെയാകും, ഇതൊന്നുമല്ല നമുക്ക് നന്മ കൊണ്ടുവരുന്നത്. പൂർണ്ണമായിട്ട് ദൈവത്തിൽ സമർപ്പിക്കുക, പൂർണ്ണമായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. അല്ലാതെ നമുക്ക് ഇപ്പം ഇല്ലാത്തത് എടുത്തു കൊടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പേര് കിട്ടാനായിട്ട് കൊടുക്കുന്ന ഒന്നും അല്ല കൊടുപ്പ്. എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള സ്നേഹത്താലാണോ നാം അത് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അതായത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് വരുമ്പോൾ നാം സ്നേഹിക്കാനും നമ്മൾ പ്രാപ്തരാകും. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ തന്നെയാണേലും സ്നേഹമില്ലായ്മ പലപ്പോഴും കടന്നു വരുന്നില്ലേ? അപ്പോൾ ആ സ്നേഹം വരണമെന്നുണ്ടെങ്കിൽ പൂർണ്ണ വിശ്വാസം നമ്മൾ കർത്താവിൽ അർപ്പിക്കുന്ന നേരത്ത് ഇതെല്ലാം എനിക്ക് നന്മ ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, അപ്പോൾ ആ കൃപ ഞാൻ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണമെന്നുള്ള ഒരു ചിന്ത വരും. ഈ ചിന്ത വരുവാനായിട്ട് കർത്താവിൽ പൂർണ്ണ സമർപ്പണവും സ്നേഹവും വിശ്വാസവും ഉണ്ടാകുവാനായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.